വയനാട് ദുരിതബാധിതരെ ചേർത്ത് പിടിച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി. കിടപ്പാടം നഷ്ടപ്പെട്ടവർക്ക് 25 വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനായി നെല്ലിക്കുഴി പഞ്ചായത്തിലെ 10ാം വാർഡ് നിവാസികൾ സ്വന്തം പുരയിടത്തിലെ മരങ്ങൾ സംഭാവനയായി നൽകി. വയനാട്ടിലെ ദുരിതബാധിതർക്ക് 25 വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനായാണ് നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് നിവാസികളായ ശ്രീജിത്ത് ഒറ്റുമാലി, രാജേഷ് ആനാംകുഴിയും സ്വന്തം പുരയിടത്തിലെ മരങ്ങൾ സംഭാവനയായി നൽകിയത്. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ദുരിതബാധിതർക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുന്നത്. കഴിഞ്ഞ പ്രളയകാലത്ത് നമ്മൾ കണ്ടതാണ് 11 കോടി രൂപയാണ് ആക്രി ശേഖരിച്ച് ഡിവൈഎഫ്ഐ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടച്ചത്. ഇത് ഈ തവണ അതിലും കൂടുതലായി ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് നാടൊന്നാകെ മാറുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് മരങ്ങൾ, ഫർണിച്ചറുകൾ, ഭക്ഷണ സാധനങ്ങൾ, ആക്രി പെറുക്കി കിട്ടുന്ന പൈസ, കുടുക്ക പൊട്ടിച്ച പൈസ, സ്വർണ്ണ കമ്മലുകൾ, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഈ സമൂഹത്തിൻ്റെ അകത്ത് കാരുണ്യവാരായ മനുഷ്യർ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ 314 2 പ്രിയപ്പെട്ട സഹാക്കൾ, ഒന്ന് രാകേഷും ഒന്ന് ശ്രീജിത്തും, അവരുടെ കുടിയിൽ നിൽക്കുന്ന മരം മുറിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഡിവൈഎഫ്ഐയുടെ വീട് നിർമ്മാണത്തിനായിട്ട് നൽകുകയാണ്. ലോക്കൽ സെക്രട്ടറി അസൈനാർ നെടുമ്പാറ ചാലി, ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് അജ്മൽ, ബ്രാഞ്ച് സെക്രട്ടറി സിയാദ്, ഷമീർ, നിസാർ, അഖിൽ, ശ്രീകുട്ടൻ, വിഷ്ണു, ഷൌക്കത്ത്, കലേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. സ്റ്റീൽ, സോഫാസ് എന്നീ ഫർണിച്ചറുകൾ ഒറ്റ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏക സ്ഥാപനം. ആർക്കിടെക്ചറൽ ആൻഡ് ട്രഡീഷണൽ ഡിസൈൻസ് ആവശ്യാനുസരണം നിർമ്മിച്ചു കൊടുക്കുന്നു. നിങ്ങളുടെ സ്വപ്ന ഭവനം ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ടാക്കുവാൻ വിശ്വസ്തയോടെ എന്നും നിങ്ങളോടൊപ്പം. ഇറമ്പത്ത് ഇറ ഫർണിച്ചർ, കോട്ടപ്പടി, കോതമംഗലം. ഇനി കൂത്തുവാടകുളത്ത്.